ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ച രണ്ട് സുഹൃത്തുക്കൾ നിമിഷങ്ങൾക്കകം അവർ തമ്മിൽ വാക്കുതർക്കം. അത് പിന്നീട് കയ്യാങ്കളിയായി മാറുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. സുഹൃത്ത് ഷെരീഫിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി അഷ്റഫ് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. രാത്രിയിൽ പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തി ഞാൻ എൻ്റെ കൂട്ടുകാരനെ കുത്തിക്കൊന്നെന്ന യുവാവിൻ്റെ വെളിപ്പെടുത്തൽ ആദ്യം വലിയ അമ്പരപ്പുണ്ടാക്കി. പിന്നീട് പോലീസിന്റെ പരിശോധനയും കേസും അറസ്റ്റും. ലഹരി എങ്ങനെയാണ് യുവാക്കളുടെ ജീവിതം തകർക്കുന്നതെന്ന് കോഴിക്കോട് പെരുമണ്ണയിലെ കൊലപാതകം തുറന്നു കാട്ടുന്നുണ്ട്. ലഹരി മനുഷ്യനിൽ നിന്നും വിവേകം കവർന്നെടുക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ജീവിതം മാത്രമല്ല, നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും ഭാവിയും പ്രതീക്ഷയും കൂടിയാണ്. ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ ഉള്ളറകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഞാൻ എൻ്റെ കൂട്ടുകാരനെ തലക്കടിച്ച് കൊന്നു. കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു യുവാവ് നടത്തിയ വെളിപ്പെടുത്തലിൽ തുടങ്ങിയ അന്വേഷണമാണ്. പെരുമണ്ണ സ്വദേശി അഷ്റഫ് പറഞ്ഞതനുസരിച്ച് രാത്രിയിൽ പോലീസ് വീട്ടിലെത്തുന്നു. അവിടെ കണ്ടത് ചലനമറ്റ് കിടക്കുന്ന ഷെരീഫിനെ. എന്നാൽ ശരീരത്തിൽ ഒരു മുറിവ് പോലുമില്ല. അതോടെ മരണത്തിൽ അടിമുടി ദുരൂഹത. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകമെന്ന് സ്ഥിരീകരണം. കേസിൽ പ്രതി അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗിച്ച ശേഷമുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പെരുമണ്ണ മുണ്ടുപാലത്തെ വാടക വീട്ടിൽ ഒളവണ്ണ സ്വദേശി ഷരീഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങുകയാണ്. ഇത് കൊലപാതകം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കഴുത്തിലേറ്റ പരിക്കാണ് മരണകാരണം. ഷരീഖിന്റെ കഴുത്തിൽ പിടിച്ചമർത്തിയ പാടുകൾ ഇൻക്വസ്റ്റ് നടപടികൾക്കിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ശരീരത്തിൽ മറ്റ് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവ സ്ഥലത്ത് നിന്ന് സ്റ്റീലിന്റെ ഒരു വടിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വൈകുന്നേരത്തോടെ പൂർത്തിയായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മരണകാരണം സംബന്ധിച്ച് പോലീസിന് വ്യക്തത ലഭിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് അഷ്റഫും ഷരീഖും മുണ്ടുപാലം സരിക ബസ് സ്റ്റോപ്പിന് സമീപത്തെ വാടക വീട്ടിലെത്തിയത്. ഇരുവരും ചേർന്ന് ലഹരി ഉപയോഗിച്ചിരുന്നതായി അഷ്റഫ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിന് ശേഷം ഇരുവരും തമ്മിലുണ്ടായ തർക്കവും വാക്കേറ്റവുമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. തിങ്കളാഴ്ച രാത്രി പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തി അഷ്റഫ് കൊലപാതക വിവരം അറിയിച്ചിരുന്നെങ്കിലും മൃതദേഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളില്ലാത്തത് പോലീസിനെ കുഴക്കിയിരുന്നു. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. അഷ്റഫിനെ പന്തീരാങ്കാവ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ ആര്യാട് സ്വദേശികളായ അഖിലും ഷെൽജാദും അനന്തവും ചെറുപ്പം മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 3 പേരെയും എപ്പോഴും ഒന്നിച്ചേ കാണൂ. നാട്ടിൽ ചെറിയ അടിപിടിയും അക്രമവും ഒക്കെ നടത്തി പ്രദേശവാസികൾക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കും. ലഹരി കേസുകളിൽ ഉൾപ്പെടെ കൂട്ടുപ്രതികൾ. എന്നാൽ മൂവർ സംഘത്തിലെ അഖിൽ ഇടയ്ക്ക് നന്നാകാൻ തീരുമാനിച്ചു. പതിയെ പഴയ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഷെൽജാദും അനന്തവും അക്രമവും ലഹരി ഇടപാടുമൊക്കെയായി സജീവമായി. ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഇരുവരും ഒളിവിൽ പോകാൻ സുഹൃത്ത് അഖിലിന്റെ സഹായം തേടിയെത്തി. എന്നാൽ അഖിലത് നിരസിച്ചതോടെ ക്രൂരമായ കൊലപാതകം. പ്രതികൾ പിടിയിലായതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഒളിവിലായിരുന്ന 2 പേരെയും ഓച്ചിറയിൽ നിന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പിടികൂടിയത്. ഗുരുപുരം മുര്യംവെള്ളി കാക്കാലപ്പറമ്പ് വീട്ടിൽ അഖിലിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളായ ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ഷെൽജാദ്, ഓച്ചിറ ഞക്കനാൽ സ്വദേശി അനന്തു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഇരുവരെയും ഓച്ചിറയിൽ നിന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പിടികൂടിയത്. ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം അനന്തുവിന്റെ ഓച്ചിറയിലെ ഒളിസംഗീതത്തിലേക്ക് പോകുമ്പോഴാണ് ഇരുവരും പോലീസിന്റെ വലയിലായത്. ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഓച്ചിറയിലുള്ള ഈ 2ാം പ്രതിയുടെ ഒരു ഒളിസംഗീതത്തിലേക്ക് പോകുന്ന വഴിയാണ് രാത്രി ഒരു 7:30-8 മണിയോടുകൂടി നമ്മുടെ നോർത്ത് CI MJ അരുണും അതുപോലെ SI ദേവിക തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ രാത്രി അറസ്റ്റ് ചെയ്യുകയും ഇന്നിപ്പോൾ ബാക്കി നടപടികളും എല്ലാം ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.
ഞായറാഴ്ചയാണ് സുഹൃത്തായ അഖിലിനെ ഷെൽജാദും അനന്തുവും വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ഇരുവർക്കും ഒളിവിൽ കഴിയാൻ സഹായം നൽകാതിരുന്നതും സാമ്പത്തിക സഹായം നൽകാഞ്ഞതുമാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കായംകുളത്തു നിന്ന് ഓട്ടോറിക്ഷയിൽ ആലപ്പുഴ എത്തിയ ഇരുവരും അഖിലിന്റെ വീട്ടിൽ വരികയും വാക്കുതർക്കത്തെ തുടർന്ന് കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. കൊലപാതകത്തിനു ശേഷം ഓട്ടോറിക്ഷയിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതികൾ കോഴിക്കോട്ടേക്കും ഇവിടെ നിന്ന് മംഗലാപുരം വഴി ബംഗളൂരുവിലേക്കും കടന്നു. പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കി തിരികെ ഓച്ചിറയിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലായത്. ലഹരിക്കച്ചവടം അടക്കമുള്ള കേസുകളിൽ പ്രതികളാണിവർ. കൊല്ലപ്പെട്ട അഖിലിനും ക്രിമിനൽ ബന്ധമുണ്ടായിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഏറ്റവും മഹത്വമേറിയ ജോലികളിലൊന്നാണ് അധ്യാപനം. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതും ഉയർന്ന മൂല്യങ്ങളും അറിവുള്ളവരുമായ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതും അധ്യാപകരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ അതൊരു സമൂഹത്തെ മുഴുവൻ ഇരുട്ടിലേക്ക് തള്ളിവിടാം. കോഴിക്കോട് വടകരയിൽ ലഹരി കേസിൽ 3 അധ്യാപികമാർ പിടിയിലായ കേസ് ഒരു നാടിനെ മുഴുവൻ നടുക്കത്തിലാക്കിയിരിക്കുന്നു. കാവ്യയുടെയും കീർത്തനയുടെയും കൂട്ടുകാരി നീഷ്മയാണ് ഒടുവിൽ പിടിയിലായത്. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുള്ളതായി സംശയിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ നേരത്തെ പിടിയിലായ അധ്യാപികമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നീഷ്മയും പിടിയിലായത്. റിമാൻഡിൽ കഴിയുന്ന കീർത്തനയും കാവ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് നീഷ്മ. ക്ലാസുകൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി മൂവരും ഒരുമിച്ചാണ് BRCയിൽ എത്തിയിരുന്നത്. നേരത്തെ ഈ കേസിൽ പിടിയിലായ പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപിക കീർത്തനയെയും ചെരുവാളൂർ സ്കൂളിലെ അധ്യാപിക കാവ്യയെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അന്വേഷണം തന്നിലേക്ക് കൂടി എത്തുമെന്ന് അറിഞ്ഞതോടെ നീഷ്മ ഏതാനും ദിവസങ്ങളായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പേരാമ്പ്രയിൽ MDMAയുമായി യുവാവ് പിടിയിലായതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കീർത്തന അറസ്റ്റിലായത്. അധ്യാപിക എന്ന പരിവേഷം മറയാക്കി വ്യാപകമായി MDMA വിറ്റഴിച്ച ഇവർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഇതിനുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. കീർത്തന നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാവ്യയിലേക്ക് അന്വേഷണം നീണ്ടതും പിടികൂടിയതും. ലഹരി വസ്തുക്കൾ ആവശ്യപ്പെടുന്നവർ പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഓൺലൈനായി അയക്കുകയാണ് പതിവ്. തുടർന്ന് ഇവർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ പണം നൽകിയവർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 3 പേരും ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറയുന്നു. കഴിഞ്ഞ ജൂൺ മാസം അവസാനം റിപ്പോർട്ട് ചെയ്ത MDMA കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. അതും ഒരു അധ്യാപിക തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിരുന്ന മൂവരുടെയും ജീവിതത്തിൽ അടുത്ത കാലത്തായി പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞിരുന്നു. വാഹനമടക്കം വാങ്ങിയ ഇവർ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. സൂംബ പരിശീലകയായ കീർത്തന സർക്കാരിന്റെ ലഹരി വിമുക്ത പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. പേരാമ്പ്രയിൽ സൂംബ പരിശീലന സ്ഥാപനവും നടത്തിയിരുന്നു. സ്ഥാപനത്തിൽ വൻതോതിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമ കെട്ടിടം ഒഴിപ്പിക്കുകയുമുണ്ടായി. ബൈപ്പാസിനോട് ചേർന്ന കീർത്തനയും കാവ്യയും നടത്തിയിരുന്ന ബൺമസ്ക എന്ന സ്ഥാപനത്തിൽ അർദ്ധരാത്രിയിൽ ബൈക്കിലും കാറിലുമൊക്കെയായി നിരവധി യുവാക്കൾ വന്നുപോയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ചെമ്പ റോഡിലെ ഒരു ബിൽഡിങ്ങിൽ ഇവർ സൂംബ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു സ്ഥാപനം. ആ സ്ഥാപനം പിന്നീട് അവർ കൊണ്ട് നിർത്തിക്കുകയുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ പിന്നെ പ്രാദേശികമായ പരാതികൾ ഉണ്ടാവുകയും പിന്നെ ഇവർ അവിടെ മദ്യക്കുപ്പികളൊക്കെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ ആ ഒരു പരിപാടി നിർത്തിച്ചു. ബൺമസ്ക അവിടെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ രാത്രി സമയത്തൊക്കെ ഒരുപാട് യുവാക്കളൊക്കെ അവിടെ വന്നുകൊണ്ടായിരുന്നു ഈ ബൺമസ്ക വാങ്ങിക്കൊണ്ടത്. ഇപ്പോൾ നമ്മൾ സംശയിക്കുകയാണ് അത് ബൺമസ്ക മാത്രമാണോ വിറ്റതെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പിടിയിലായ 3 അധ്യാപകരും അടുത്ത കാലത്തായി ക്ലാസുകൾ എടുക്കുന്നതിൽ അലസത കാട്ടുന്നതായി
കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പരാതി നൽകിയിരുന്നു. പ്രതികളെ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കും. കുട്ടികൾക്ക് ഇവർ ലഹരി കൈമാറിയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഒരു കുഞ്ഞിനെ പ്രസവശേഷം കൈമാറിയാൽ 3 ലക്ഷം രൂപ വാഗ്ദാനം. ഗർഭിണികളായ യുവതികളെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളെ ഗർഭിണിയായിരിക്കുമ്പോൾ കേരളത്തിലെത്തിച്ച് നല്ല പരിചരണം നൽകും. നാട്ടിലെത്തുമ്പോൾ തന്നെ അഡ്വാൻസ് തുക, ബാക്കി പ്രസവശേഷം. കോട്ടയം ഈരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽക്കുന്ന സംഘം പിടിയിലായി. സംഭവത്തിൽ ഇടുക്കി സ്വദേശി അർജുൻ, സഹോദരി ഭർത്താവ് രാജ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിനിയായ യുവതിയുടെ വെളിപ്പെടുത്തലോടെയാണ് ഈ മാഫിയയുടെ ഇടപാടുകൾ പുറത്തുവന്നത്. ഈരാറ്റുപേട്ട തീക്കോയിയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. അമ്മമാർക്ക് പണം വാഗ്ദാനം ചെയ്ത നവജാത ശിശുക്കളെ വിൽക്കുന്നതാണ് രീതി. ഗർഭസ്ഥകാലത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗർഭിണികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചാണ് തട്ടിപ്പ്. സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട അസം സ്വദേശിയായ 22-കാരിയാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവതിയെ പ്രദേശത്തെ അംഗൻവാടി ടീച്ചറാണ് പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്ന് കോട്ടയത്തെ ഷെൽട്ടർ ഹോമിൽ പാർപ്പിച്ചു. ഹെൽത്ത് ഹോം ഉടമ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവന്നത്. ഷെൽട്ടർ ഹോം അന്വേഷിച്ച് അവർ പലയിടത്തും ഇട്ടായിരുന്നു. അങ്ങനെ ആരൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വിളിച്ചതാണ്. തീക്കോയിലുള്ളവർ വിളിച്ച് അവർക്ക് കെയർ കൂട്ടി എന്താ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെൽട്ടർ കിട്ടുമല്ലോ എന്നോർത്ത് അന്നേരം തന്നെ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കുട്ടിയെ അവർക്ക് വേണമെന്ന്. അന്നേരം ഉള്ള ഓർത്ത് പ്രസവം വരെ താമസിക്കാനൊരു സ്ഥലമുണ്ടല്ലോ, അത് കഴിയുമ്പോൾ കുട്ടി അവർക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. അവർ പൈസ അയച്ചു കൊടുത്തു. ടിക്കറ്റിനുള്ളതും ഫുഡിനുള്ളതൊക്കെ പൈസ അയച്ചു കൊടുത്തായിരുന്നു. അത് പിന്നെ അവളുടെ മൊബൈലിനകത്ത് ഇവിടെ വെച്ച മെസ്സേജ് മുഴുവൻ ഇവിടെയുണ്ട്. തീക്കോയി ഞണ്ടുകലിൽ ജോസിന്റെ വീട് വാടകയ്ക്കെടുത്താണ് 1 മാസമായി സംഘം പ്രവർത്തിച്ചത്. ഇതിന് നേതൃത്വം നൽകിയ ഇടുക്കി പുള്ളിക്കാനം അർജുൻ, സഹോദരി ഭർത്താവ് തമിഴ്നാട് സ്വദേശി രാജ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമത്തിലൂടെ ബന്ധപ്പെട്ടാണ് പെൺകുട്ടി ഇവിടെ എത്തിയത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. തന്റെ 2ാം പ്രസവത്തിലും പെൺകുട്ടിയാകുമെന്ന് കരുതി ഭർത്താവും കുടുംബവും ഉപേക്ഷിച്ചു എന്നാണ് യുവതി പറയുന്നത്. ഏതായാലും സംഭവത്തിലെ ഏജന്റുമാരെ ഉൾപ്പെടെ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു. വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പാലാടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം സംവിധാനം ചെയ്യുന്നുണ്ട്. 2 പേര് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് അന്വേഷിക്കുന്നു. എവിഡൻസ് എടുത്ത് ബാക്കി വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ പെൺകുട്ടികൾ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ പെട്ടിട്ടുണ്ടെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. തമിഴ്നാട്ടിൽ ഇവർ നേരത്തെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് സൂചനകളുണ്ട്. ഇതിനിരകളായ പെൺകുട്ടികളെ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ന്യൂസ് 18 കോട്ടയം. ഇതിൽ തൊടുന്നവരെ വെടിവെച്ച് കൊല്ലും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യത്തെ കോൾ സെന്ററിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം ആദ്യം ആ കാഴ്ച കണ്ട് ഞെട്ടി. ഇവിടെയുള്ള 40 കമ്പ്യൂട്ടറുകളും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനയിലാണ് രാജ്യാന്തര ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ഹൈടെക് കേന്ദ്രമാണിതെന്ന് മനസ്സിലായത്. വ്യാജ ലോൺ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘം പോലീസിന്റെ വലയിലായി. സ്ഥാപനത്തിലുണ്ടായിരുന്ന 18 ഉത്തരേന്ത്യൻ സ്വദേശികളാണ് അറസ്റ്റിലായത്. ബിടെക് LLB ബിരുദധാരികൾ വരെയും തട്ടിപ്പ് സംഘത്തിലുണ്ടെന്നാണ് വിവരം. പോങ്ങുമൂട്ടിൽ 1.5 മാസം മുമ്പ് കെട്ടിടം വാടകയ്ക്കെടുത്താണ് സംഘം വ്യാജ കോൾ സെന്റർ രൂപീകരിച്ചത്. കസ്റ്റഡിയിലെടുത്ത 18 പേരിൽ ഭൂരിഭാഗവും ഉത്തർപ്രദേശ്, ഗുജറാത്ത് സ്വദേശികളാണ്. ലെൻജറ്റ് എന്ന വിദേശ കമ്പനിയിൽ നിന്ന് വായ്പ തേടുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇവർ ആളുകളെ ബന്ധപ്പെട്ടിരുന്നത്. അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ പൗരന്മാരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. തട്ടിപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി US ഡോളറുകളായാണ് ഇവർ വായ്പയ്ക്കുള്ള പ്രോസസിംഗ് ഫീസും മറ്റും ഇടപാടുകാരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. തട്ടിപ്പിനായി ഉപയോഗിച്ച 50ഓളം കമ്പ്യൂട്ടറുകളും 100 കണക്കിന് സിം കാർഡുകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള
നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നടത്തിയ ലഹരി വിരുദ്ധ പരിശോധനയ്ക്കിടയിലാണ് തട്ടിപ്പ് സംഘം വലയിലാകുന്നത്. That's a very good lead. Initially, police thought that there is one narcotic activity taking place there. അങ്ങനെയാണ് നമ്മുടെ ഡാൻസ് ഓഫ് ടീം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേയധികം കമ്പ്യൂട്ടേഴ്സിനും ആളുകൾ ഒരു കോൾ സെൻറ്റർ പോലത്തെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പോലത്തെ കമ്പനി പോലത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ నుండి ഈ ലോൺ ആപ്സ് പോലത്തെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചെടുത്ത് അമേരിക്കയിലുള്ള ആളുകളിനെ ചീറ്റ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഇവരിനെ 10 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ 2 പേര് ഇവിടുത്തെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവരിനെ കൂടി നമ്മൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് എത്തുന്നതറിഞ്ഞ് വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ പ്രധാനിയായ കപിൽ എന്നയാളെ CISFന്റെ സഹായത്തോടെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. പ്രതികൾ സെർവർ ലോക്ക് ചെയ്തതിനാൽ കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ രേഖകളും സൈബർ പോലീസിന്റെ സഹായത്തോടെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ധൻധൻ യോജന പദ്ധതിയിലൂടെ 2499 രൂപ നൽകിയാൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ്. നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു പരസ്യം വന്നിട്ടുണ്ടോ? ഇത്തരം പരസ്യങ്ങൾ കണ്ട് വിശ്വസിക്കാൻ വരട്ടെ കേട്ടോ. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ നടക്കുന്ന സൈബർ തട്ടിപ്പാണിത്. ധൻധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വ്യാജ വാഗ്ദാനം വിശ്വസിച്ച് പണം കൊടുത്ത വടക്കേക്കര സ്വദേശിയായ യുവാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ധൻധൻ യോജന പദ്ധതിയിലൂടെ 2499 രൂപ നൽകിയാൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും 5000 രൂപ ഇൻഷുറൻസ് ക്ലെയിമായി ലഭിക്കുമെന്നായിരുന്നു ഇൻസ്റ്റഗ്രാം പരസ്യം. ഇത് വിശ്വസിച്ച വടക്കേക്കര സ്വദേശിയായ യുവാവ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. തട്ടിപ്പ് സംഘം നൽകിയ അക്കൗണ്ടിലേക്ക് പണം കൈമാറി. തിരികെ അക്കൗണ്ടിലേക്ക് പണം ലഭിക്കാതായതോടെയാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായത്. യുവാവ് പറവൂർ പോലീസിന് പരാതി നൽകി. ആലുവ സൈബർ പോലീസിന് കൈമാറിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത്തരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ നൽകരുതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കുണ്ടറയിലെ പോലീസ് സ്റ്റേഷനിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച സിയാദ് എങ്ങനെയാണ് മരിച്ചത്? യുവാവിന്റെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചോദ്യം ചെയ്യാനായി ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ പോലീസ് മർദ്ദിച്ചുവെന്ന പെൺകുട്ടിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. കസ്റ്റഡി മർദ്ദനമാണ് മരണകാരണമെന്ന് സിയാദിന്റെ കുടുംബവും ആരോപിക്കുന്നു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. സിയാദിനെ കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായി മർദ്ദിച്ചെന്നും വാരിയലിന് പരിക്കേറ്റതാണ് മരണകാരണമെന്നും കുടുംബം ആരോപിക്കുന്നു. സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ളതായി പറയപ്പെടുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. SI അതിൽ CPO ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. ഞങ്ങൾക്ക് ഉറപ്പാ മറ്റാരും ഇടിച്ചിട്ടില്ല. ശ്രീജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരൻ മാത്രമേ എന്റെ പപ്പാടെ ദേഹത്ത് കൈ തൊട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഉറപ്പാ. എനിക്ക് അങ്ങനെ അടിക്കാനൊന്നും ആരും വരുത്തൂല്ല. ചിരിച്ച മുഖത്തോടല്ല വേറൊരാളെടുത്ത് ആർക്കും ഒരു ദ്രോഹത്തിന് പോവാത്ത ആളാ. പിന്നെ ആദ്യം പറഞ്ഞ് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അടിച്ചെന്ന് തെളിവ് വന്നപ്പോഴാണ് ഇപ്പൊ അടുത്തത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ആയിരുന്നായിരിക്കും, പക്ഷെ ഇടിച്ചെടുത്ത് വെള്ളക്കെട്ടുണ്ടായി, അവിടെ പഴുപ്പായി, അങ്ങനല്ലേ എല്ലാം സംഭവിച്ചത്. എല്ലാം സംഭവിച്ച് ഞങ്ങൾക്ക് ഇല്ലാതാക്കി. പോലീസിൻ്റെ ഐഡി കൊണ്ടാണ് എൻ്റെ മോന് മരിക്കാൻ കാരണം. നമുക്ക് നീതി കിട്ടണം സാറേ. നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് തൂങ്ങി മരിക്കും പോലീസ് സ്റ്റേഷനിൽ. എൻ്റെ മോന് നീതി കിട്ടണം. എനിക്ക് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അവന് ഒരു അസുഖം വന്ന് കിടന്നിട്ടില്ല. ഒന്നും വന്നാൽ ഒരു പനി പോലും വന്നാലും ഇവിടെ കിടക്കത്തില്ല. നമുക്ക് നീതി കിട്ടണം.
ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം മരണകാരണം കസ്റ്റഡി മർദ്ദനമല്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. വിട്ടയച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നെന്നും പിന്നീട് ചികിത്സ തേടിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൈപ്പറ്റൈറ്റിസ് പരാമർശിക്കുന്നുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നതിനിടെ മർദ്ദനം കണ്ടെന്ന ഒപ്പമുണ്ടായിരുന്ന പരാതിക്കാരിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. കൈയുണ്ട്. എവിടെ അടിച്ചു? എവിടെ അടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജിത്ത് സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണി. അടിക്കുന്ന എന്തിനാന്ന് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് ഇത് അവൻ എവിടെ പോയെന്ന് അറിയാമെങ്കിൽ പറ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം റൂറൽ SP-യോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് അവർ പഠിച്ച് മിടുക്കരായി വളരാനാണല്ലേ. എന്നാൽ ഇന്ന് നമ്മുടെ പല സ്കൂളുകളിൽ നിന്നും കേൾക്കുന്നത് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ്. സൗഹൃദം വളരേണ്ട ക്ലാസ് മുറികളിൽ നിന്ന് നിലവിളി ശബ്ദം കേൾക്കുന്നു. അവിടെ ചോരപ്പാടുകൾ പതിയുന്നു. കണ്ണൂർ പാനൂരിൽ റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിലേക്കാണ്. കൊളവല്ലൂർ PRM സ്കൂളിലെ +1 വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിന് പിന്നാലെ സ്കൂളിലെ 6 വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് സ്കൂൾ ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെയായിരുന്നു വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായത്. 40ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത്. കൊളവല്ലൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെയാണ് റാഗിങ്ങിന്റെ മറവിൽ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടമായി ആക്രമിച്ചത്. മൂർച്ചയേറിയ കല്ലുകൊണ്ട് തലയ്ക്ക് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനത്തെ തുടർന്ന് തലയ്ക്ക് 8 തുന്നലുകളുമുണ്ട്. ശരീരം മെച്ചപ്പെടുത്തി നടക്കുന്നതിലുള്ള എതിർപ്പാണ് മർദ്ദനത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ കാര്യം പറഞ്ഞ് കുട്ടിയെ സീനിയർ വിദ്യാർത്ഥികൾ നിരന്തരം ഭീഷണിപ്പെടുത്താറുണ്ടെന്നും കുടുംബം ആരോപിച്ചു. 10-50 കുട്ടികളുണ്ടെന്നാ പറയുന്നത്. ഒരു കുട്ടി ഇവന്റെ കോളറ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട്, അപ്പോൾ കഴുത്തിനെല്ലാം ചെറിയ നഖം കൊണ്ടുള്ള പോറലുകളെല്ലാം ഉണ്ട്. അങ്ങനെ വലിച്ചങ്ങിട്ട് മറ്റുള്ള കുട്ടികൾ ഇവന്റെ ദേഹത്ത് കാരി നിന്ന് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ ഇവൻ അവിടുന്ന് ഇവന്റെ ഉള്ള ശക്തിയാൽ ഇവനെ എണീറ്റിങ് നിൽക്കുമ്പോൾ വേറൊരു കുട്ടി അടുത്തുനിന്ന് തന്നെയാന്ന് പറഞ്ഞാൽ വലിയൊരു കല്ലെടുത്തിട്ട് ഒരൊറ്റ കയറി. അതിലാണ് ഈ തലക്ക് ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുള്ളത്. വിവരം പുറത്തു വന്നതിന് പിന്നാലെ 6 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട ബന്ധുക്കൾ കൊളവൂർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് മേൽപ്പറമ്പ് പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്താൻ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് 1.5 മാസം കഴിയുമ്പോഴും പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇവർ സംസ്ഥാനം വിട്ടിരിക്കാമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സ്നേഹ മെർലിനെ പിടിക്കാതെ പോലീസ് പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുമ്പോഴും സ്നേഹ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ലഹരി കേസിൽ അകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെർലിനെ കാസർകോട്ടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. കള്ളക്കേസിൽപ്പെട്ടാണ് ജയിലിലെത്തിയതെന്നാണ് സ്നേഹ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താണ് സ്നേഹ പീഡനത്തിനിരയാക്കിയത്. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം.
ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം വിവരങ്ങൾ ആരോടും പങ്കുവച്ചിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന പുതിയ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് മേൽപ്പറമ്പിലേത്. തളിപ്പറമ്പിലെ CPI നേതാവ് K മുരളി ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. 2 വർഷം മുൻപ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ ഒരു യുവതി ഉൾപ്പെട്ട ലഹരി കേസ് പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. അന്ന് നാടുവിട്ട കേസിലെ മുഖ്യപ്രതി പാലക്കാട് സ്വദേശി മുഹമ്മദ് അൻസാർ പിന്നെ പൊങ്ങുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഭൂട്ടാനിലടക്കം ഒളിവിൽ കഴിഞ്ഞ പ്രതി ബംഗളൂരുവിൽ വെച്ചാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഭൂട്ടാൻ, വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായി ഒളിച്ചു കഴിയുകയായിരുന്നുവെന്നാണ് വിവരം. ഏറെ നാളത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. വർഷം മുൻപ് ലഹരി കേസിൽ പ്രതിയായി രാജ്യം വിട്ട് ഒളിച്ചു താമസിച്ചിരുന്ന പ്രതിയെയാണ് കൽപ്പകഞ്ചേരി പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. പാലക്കാട് മൈലപ്പാടം സ്വദേശി ചാട്ടുപൊക്കിൽ മുഹമ്മദ് അൻസാർ എന്ന 26-കാരനാണ് ബംഗളൂരുവിൽ പിടിയിലായത്. 2024 കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ലഹരി കേസിലാണ് അറസ്റ്റ്. കേസിൽ പ്രതിയായതറിഞ്ഞ് നാടുവിട്ട അൻസാർ ഭൂട്ടാൻ, വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായി ഒളിച്ചു താമസിക്കുകയായിരുന്നു. അൻസാറിനെ നിരീക്ഷിച്ചതിൽ നിന്ന് പ്രതി ഇടയ്ക്കിടെ ബംഗളൂരുവിൽ വന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി. പ്രതി ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി പിടികൂടുകയായിരുന്നു. 2024 മെയ് മാസം കുറ്റിപ്പാലയിൽ നിന്ന് MDMAയും ഹാഷിഷ് ഓയിലുമായി പിടിയിലായ തിരൂർ മംഗലം സ്വദേശി മുഷാഫിറിൽ നിന്നാണ് അൻസാറിനെ കുറിച്ച് വിവരം ലഭിച്ചത്. അന്ന് മുഷാഫിറും മറ്റൊരു സ്ത്രീയും സഞ്ചരിച്ച കാറിൽ നിന്ന് 29 ഗ്രാം MDMAയും പിന്നീട് പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആകെ 70 ഗ്രാം MDMAയും 37 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തിരുന്നു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൽപ്പകഞ്ചേരി CI SK രാജേഷ്, SI സന്തോഷ് കുമാർ, SPO അനീഷ്, CPOമാരായ പ്രവീൺ, ജിതിൻ എന്നിവരും ഡാൻസ് ഓഫ് സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ഹെൽമറ്റ് കൊണ്ടടിച്ചു. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശിയായ അജേഷ അറസ്റ്റിലായി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ മുഹമ്മദ് ഷഫീഖ് എന്ന യുവാവിനെ കുത്തിക്കൊന്ന പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് ആട്ടിയാമ്പതി സ്വദേശികളായ നെൽസൺ, ജെൻസൺ എന്നിവർ. കോതമംഗലത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. പിണ്ടിമന വെട്ടിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട സീതത്തോട്ടിൽ പോലീസാണെന്ന് തെറ്റിദ്ധരിച്ച് യുവാവിനെ ആക്രമിച്ച പ്രതികൾ റിമാൻഡിൽ. സീതത്തോട് സ്വദേശികളായ ഷിജോ ജോസഫ, റംഷാദ് എന്നിവരാണ് പ്രതികൾ. തിരൂരിൽ പൊതുനിരത്തിൽ ഏറ്റുമുട്ടിയ കേസിൽ ഒളിവിൽ പോയ ഗുണ്ടകൾ കോടതിയിൽ കീഴടങ്ങി. തിരുനാവായ സ്വദേശികളായ ഫൈസൽ, നിഷാദ്, സജാദ് എന്നിവരെ റിമാൻഡ് ചെയ്തു. ജനനായകൻ സിനിമ ടിക്കറ്റ് ലഭിച്ചില്ലെന്നാരോപിച്ച് മണ്ണാർക്കാട് തിയേറ്റർ ജീവനക്കാരനെ മർദ്ദിച്ച 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് മണ്ണലടി സ്വദേശികളായ മുഹമ്മദ് അലി, അബ്ദുൾ സലീം, അബ്ദുൾ ഖാദർ എന്നിവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇടുക്കിയിൽ വിതരണം ചെയ്യുന്ന വ്യാപാരി പിടിയിൽ. രാജാക്കാട് സ്വദേശി സുമേഷ് ശിവനാണ് പിടിയിലായത്.
സ്കൂട്ടറിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച MDMA-യുമായി യുവാവ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പിടിയിൽ. 17 ഗ്രാം MDMA-യുമായി പിടിയിലായത് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി കെ ഫഹദാണ്. മലപ്പുറത്ത് രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 18 ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണം ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. പഴമള്ളൂർ പെരിങ്ങോട്ടുപുലം സ്വദേശികളായ ഉസ്മാനാണ് കസ്റ്റഡിയിലായത്. നിങ്ങളുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണോ? അവർക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളുണ്ടോ? മക്കളുടെ ഫോണും ലാപ്ടോപ്പും നിങ്ങളിടയ്ക്ക് പരിശോധിക്കാറുണ്ടോ? ഓരോ മാതാപിതാക്കളും അറിയേണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ആലുവയിൽ നിന്ന് കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായ കേസ്. കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും പുസ്തകം വാങ്ങി വരാമെന്ന് പറഞ്ഞാണ് അവൾ പുറത്തുപോയത്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ആ പെൺകുട്ടിയെ പൂണെയിൽ നിന്ന് കണ്ടെത്തി. കൊല്ലം ഓച്ചിറ സ്വദേശിയായ 25-കാരൻ്റെ കൂടെയായിരുന്നു അവളുടെ യാത്ര. സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ നീക്കങ്ങളാണ് കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. ഈ കേസിൽ കുറെ പഴികൾ കേട്ടവരാണ് പോലീസുകാർ. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ തന്ത്രപരമായ ഇടപെടലുകളാണ് 12-കാരിയെ കണ്ടെത്താൻ സഹായിച്ചത്. കുട്ടികളെ കൈവിട്ടു പോകാതെ പരിപാലിക്കേണ്ടത് കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കൾ കുട്ടികളെ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.